ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ. നമുക്കറിയാം, രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നമ്മുടെ ശബരി, അല്ലേ? ശബരി അതിൽ പറയുന്ന പ്രകാരം ഒരു പിന്നോക്ക ജാതിക്കാരി ആയതുകൊണ്ട് പൂജകൾ ചെയ്യാനോ അല്ലെങ്കിൽ തപസ് ചെയ്യാനോ ഒന്നും അവൾക്ക് അർഹതയില്ല എന്ന് കൽപ്പിച്ചിരുന്ന ഒരു കാലം. എന്നും കുറേയൊക്കെ അങ്ങനെ തന്നെ. എങ്കിലും ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ആരും കേൾക്കുന്നില്ല. കാരണം ഏതൊരു ജീവിക്കും, പ്രത്യേകിച്ച് വിശേഷബുദ്ധിയുള്ള മനുഷ്യർക്ക്, ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഈശ്വരനെ കാണാൻ സാധിക്കും. ആ കാലടികളിൽ എന്നും മനസ്സുകൊണ്ടെങ്കിലും പൂജകൾ ചെയ്ത് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം സാധിക്കാൻ ഒക്കും എന്നുള്ള കാര്യം എല്ലാ പുരാണങ്ങളിലും ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെയും മതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന് സേവ ചെയ്ത് നടന്ന ശബരിക്ക് മഹർഷിമാർ കൊടുത്ത ഉപദേശം, നീ ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കൂ, ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമൻ്റെ വേഷത്തിൽ നിന്നെ കാണും, നിനക്ക് മോക്ഷം ലഭിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ശ്രീരാമനെ കാത്തിരിക്കുന്ന ഒരു ഭക്തിയാണ് നമ്മുടെ ശബരി. ശബരി അങ്ങനെ ശ്രീരാമനെ കാത്തിരിക്കുകയാണ് മതംഗാശ്രമത്തിൽ. കബന്ധൻ എന്ന അസുരനെ വധിച്ച ശേഷം ശ്രീരാമൻ, കബന്ധനൊരു ഗന്ധർവനായിരുന്നു, അവൻ പറയുന്നുണ്ട് അടുത്ത് തന്നെയാണ് ശബരി താമസിക്കുന്നത്, ശബരിയെ പോയി കാണണം, ശബരിയെ പോയി കണ്ടു കഴിഞ്ഞാൽ സീത എവിടെ ഉണ്ടെന്ന് വരെ അവർക്ക് പറഞ്ഞു തരാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും കൂടി ശബരിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഘോരമമ്പലത്തൂടെ മന്ദമന്ദം പോയി ചെന്നു, ചാരുത ചേർന്ന ശബര്യാശ്രമമകമ്പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്ത്യാ സംവദിച്ചിതു. പാദാംഭോരുഹ യുഗത്തിൽ സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടെ അവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലെ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനക ഇന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും അനേകായിരത്താണ്ടു വാണാർ അന്നു. ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ
തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസ വധാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവം പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ സദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കുപോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതും മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ്ങുൾക്കമലത്തിലറിയപ്പോകാതയാനിധി. രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീജാതീനാം ആശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമ ഏതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസ യാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മദ്ഭക്തി ഒഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം പിന്നെ തൽക്കഥാലാപം. രണ്ടാം സാധനം മൂന്നാമതും മദ്ഗുണേരണം പിന്നെ മദ്ഭജോ വ്യാഖ്യാതൃത്വം മത്കലാജാതാചാര്യോ വാസന. അഞ്ചാമതും പുണ്യശീലത്വം മമ നിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമത്. എട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മദ്ഭക്തന്മാരിൽ പാരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം
കേളൊമ്പതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂല മാതിസാധനം നൂനം ഉക്തമായിതു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യന്മാർക്കുള്ളു വിചാരിച്ചാൽ തിര്യയോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാന്തഭൂതിയുണ്ടാം തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമതബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തബോധനേ. ഏറ്റവും നല്ലൊരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആർക്കായാലും അത് പുരുഷനോ സ്ത്രീയോ ഹീനജാതിയോ ഉയർന്ന ജാതിയോ ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. ആർക്കും ഭഗവാനെ നിത്യേന ഉപാസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ നമുക്ക് ദർശിക്കാൻ കഴിയും, മുക്തി ഉണ്ടാവും എന്നൊക്കെ ശ്രീ രാമചന്ദ്രൻ നമ്മളോട് ശബരിയോട് നമ്മളോട് പറഞ്ഞതുപോലെ തന്നെയാണ്. ഏറ്റവും നല്ലൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഭക്തിയോടെ നമ്മളിത് ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാമനോടുള്ള അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തി കൂടിക്കൂടി വരും. നമ്മുടെ ദിനചര്യകളും നമ്മുടെ സ്വഭാവവും നല്ല രീതിക്ക് മാറി ഈശ്വരനോട് അടുക്കാനുള്ള ഒരു കാരണമായി തീരുകയും ചെയ്യും. എല്ലാവർക്കും നന്മ വരട്ടെ. ഭഗവാനേ കൃഷ്ണ.